നമ്മുടെ നാടൻ ബീഫ്. കൊച്ചിന്റെ വായന്ന് വെള്ളം എറിയ കൊച്ചു പോകുന്നു. സണ്ണിച്ചേട്ടൻ ഇന്നലെ ഞങ്ങളെ പറയട്ടാ. നമ്മുടെ പഴം എന്ന് പറഞ്ഞത് നല്ല നല്ല വലിയ പഴംപൊരിയൊക്കെ. ഇന്ന് ചിക്കൻ പത്തിരി ഉണ്ട്. ചിക്കൻ പത്തിരി ഒക്കെ ഉണ്ടോ? അടിപൊളി. അത് ഡിഫറെന്റ് ടേസ്റ്റാ. ഡിഫറെന്റ്. അത് ഒരു മധുരം കൂടിയിട്ടുള്ള ബീഫ് കറി. കണ്ടിച്ചാണ്ട പഴംപൊരി ബീഫ്. അത്ര വേണ്ട നീ കാര്യം പറഞ്ഞാൽ കണ്ടിച്ചാനോട്. 5 സ്റ്റാർ ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ ഐറ്റം കഷ്ടപ്പെട്ട് 2:30 വന്നാട്ടാ കണ്ടിച്ചേട്ടാ. സണ്ണിച്ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നമ്മൾ സണ്ണിച്ചേട്ടൻ്റെ പഴംപൊരിയും ബീഫും കഴിക്കാൻ സണ്ണിച്ചേട്ടൻ്റെ പഴംപൊരിയും ബീഫും കഴിക്കാൻ ഒലിപ്പുറത്ത് വന്നിരിക്കുകയാണ്. ഞാനുണ്ട്, സ്കൂബി ഉണ്ട്. അല്ലെങ്കിൽ സണ്ണിച്ചേട്ടന് കുഞ്ചലിടുന്നതാണ് ലുട്ടന്റെ അഭിപ്രായം. ഇല്ല, സണ്ണിച്ചേട്ടന് നമ്മള് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലേ? പഴംപൊരിയും ബീഫും കൊള്ളില്ലെങ്കിൽ സണ്ണിച്ചേട്ടൻ ഇവിടെ കണ്ടെത്തിയിട്ട് അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു 130 രൂപ ഞങ്ങൾ കഴിക്കാൻ വന്നിട്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നോക്കട്ടെ, സാധനം കാണാനൊക്കെ പൊളിയാണല്ലോ. നമ്മള് ഫോട്ടോയെങ്കിലും എടുക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് പഴംപൊരിയും ബീഫും കഴിക്കാൻ പോവാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് നമ്മളങ്ങനെ പഴംപൊരിയും ബീഫും എടുത്തിരിക്കുകയാണ്. ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോണത് ലുട്ടനാണ്. മുറുക്കി നല്ല ചൂടാണ് ഗൈസ്, നല്ല ചൂടോടെ. എനിക്ക് കൈ പിടിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഉണ്ട് കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ബട്ടർ ദേവച്ചേനന്റെ പേര് പറഞ്ഞത്. കണ്ടെയ്നറാ. നമുക്ക് ചൂടുള്ള ഫുഡ് കഴിച്ച് നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കാൻ ഗൈസ്. നമ്മുടെ നാടൻ ബീഫ് പൊളിയാണോ? എങ്ങനെ ബീഫ് കൊള്ളാം. പഴംപൊരി എന്ന് പറഞ്ഞാൽ നല്ല നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട്, അതേപോലെ നല്ല ലൈറ്റായിട്ട് ഒരു മധുരമുണ്ട്. നാടൻ പഴം, നാടൻ ഏത്തപ്പഴം എന്നൊക്കെ പറഞ്ഞ പോലെ അതും ഒരു ബീഫും കൂടി കഴിക്കണം, അതിൻ്റെ ഒരു ഫീല്. ഗൈസ് നിങ്ങളെല്ലാവരും വന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്, കാരണം വെരി വെരി ടേസ്റ്റി. ഒരു ബീഫ് എടുത്ത് ചൂടല്ലേ അണ്ണാക്ക് കൊള്ളു, ചൂടോടെ കഴിക്കണം ഗൈസ്. ടേസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ചൂടൊക്കെ നമ്മൾ സഹിച്ച് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ തണുപ്പ് പോകും. വൻ ടാസ്ക്കാണ് നിങ്ങൾ ആ ചൂട്. നല്ല ചൂടുന്ന് കൊച്ചിന്റെ വായന്ന് വെള്ളം എറിയ കൊച്ചു പോകുന്നു. അതെ അതെ, നമ്മൾ ഓപ്പൺ ആയിട്ട് നാട്ടാ കഴിക്കണം. അതെ അതെ, ലൈവ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കമ്പനിക്കാരൻ സബിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേഗം തിന്നടാ. പിന്നെ നീയല്ലേ തിന്നണ്ടേ? അല്ല, നിനക്ക് ഞാൻ തരികയാണ്. ഓ അങ്ങനെ. അതെ, കമ്പനിക്കാരൻ ആ ഒരു ബീഫ് നിങ്ങൾ കണ്ടത് കുഴപ്പമില്ല, പക്ഷേ പഴംപൊരി അത്ര സെറ്റായില്ല. പഴുത്തു പോയി. അങ്ങനെ പഴുത്ത പഴം കഴിക്കുന്നതാണ് ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ലത്. നമ്മുടെ അഭിനന്ദിന് വേണ്ടിയിട്ട് ആ ഒരു എല്ലാവരും സംഗതി കൊള്ളാം കേട്ടോ. നമ്മൾ ഇപ്പോൾ സമയം നട്ടുച്ച സമയം, പക്ഷേ ഇന്ന് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മൂടലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ഒഴിവാക്കിയല്ലടാ. ലുട്ടൻ പറഞ്ഞ് വേറെ ആരും കൊണ്ടുവരണ്ടെന്ന് അല്ല, നമ്മളങ്ങനെ അറിയില്ല കാശ്. നിങ്ങളെല്ലാവരും വന്ന് കഴിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ വൈറലായ നമ്മുടെ ആമ്പൽക്കുളത്തിൻ്റെ നിയറാണ് നമ്മൾ നിൽക്കുന്നത്, സണ്ണിച്ചേട്ടൻ്റെ ചായക്കടയിൽ. അത് തന്നെ, ഇത് അവിടെയൊക്കെ കേട്ടോ ആമ്പലൊക്കെ പൂത്തിക്കണം. നമ്മുടെ മറ്റേ വീഡിയോയിലൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ആ സൈഡ്. ഇത് കറക്റ്റ് നമ്മുടെ റെയിൽവേ ഗേറ്റ് ആണ്. നമ്മുടെ പിള്ളേർ സൈക്കിളൊക്കെ ചവിട്ടി സന്തോഷത്തോടെയാണ് ആൾക്കാർ സണ്ണിച്ചേട്ടൻ്റെ പഴംപൊരി ബീഫ് കഴിക്കാനായിട്ട് എല്ലാവരും. ശരിക്കും ഇവിടെ കണ്ടോ, അത് റെയിൽവേ ഗേറ്റ് ആണ്. ഒലിപ്പുറം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കടയാണ് സണ്ണിച്ചേട്ടൻ്റെ. ചെറിയ കടയാണ്. പഴംപൊരിയാണെന്നാണ് ഇന്നലെ ഞങ്ങളോട് പറയുന്നത്. ഇതിന്റെ ഈ മരത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പച്ച പ്രാവിനെ കാണാൻ പറ്റുന്നതാണ് സണ്ണിച്ചേട്ടൻ പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും 6 മണിക്ക് വന്ന് ഇവിടെ നിങ്ങൾ വന്ന്
റിസർച്ച് ചെയ്യണം ഗൈസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതെ സണ്ണിച്ചേട്ടൻ ഇന്നലെ ഞങ്ങളെ മിന്നാടിരുന്ന് പറയട്ടാ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോൾ സണ്ണിച്ചേട്ടൻ പറഞ്ഞ് ഈ മരത്തിൽ രാവിലെ ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വെളുപ്പിന് ടൈമിൽ ഒരു വെള്ളമല്ല പച്ചപ്രാവ് വരുമെന്ന്. അപ്പം നമ്മളിതുവരെ പച്ചപ്രാവിനെ കണ്ടല്ല. ഇന്ന് രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ കളിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി ആ ഒരു ഇതായതുകൊണ്ട് വന്നില്ല. ഞങ്ങളെന്തായാലും പഴംപൊരിയും ബീഫും കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ആ ടൈമിൽ അങ്ങനെ പോകുന്നതാണ്. നമ്മുടെ ഒലിപ്പുറമാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു അവസ്ഥ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കട ഉണ്ടായിട്ടും ഇവിടെ പഴംപൊരിയും ബീഫും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ മേടിച്ചാണ് എന്തായാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പഴം എന്ന് പറഞ്ഞത് നല്ല നല്ല വലിയ പഴംപൊരിയാണ് കഴിച്ചു. നമ്മുടെ അവിടെ കിട്ടുന്ന ലോക്കലിൽ ഇച്ചിരി ഇല്ലാത്ത പഴംപൊരി നല്ല കഴിച്ചു. 2 കഴിച്ചു കഴിഞ്ഞാൽ എന്നാ ഇപ്പൊ പറയാം. അഭിപ്രായമൊക്കെ അല്ലേ, അഭിപ്രായം പറഞ്ഞിട്ടിരിക്കണം ലൈവായിട്ട്. സണ്ണിച്ചേട്ടൻ 2 ആഴ്ചയായി നമ്മളോട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പഴംപൊരിയും കഴിക്കാൻ വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ സണ്ണിച്ചേട്ടൻ്റെ കടയിൽ സണ്ണിച്ചേട്ടൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വന്ന് കഴിച്ചിരിക്കണം. എന്നാലാണ് ആ പുള്ളിയുടെ നമ്മൾ പഴംപൊരിയുടെ ആ ഒരു ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് നല്ല ചൂട് പഴംപൊരി കഴിക്കാൻ പറ്റും. ഞായറാഴ്ച മാത്രം നമ്മുടെ എടുത്തു പറ. നിങ്ങൾ വരുവാണെങ്കിൽ വരുന്നവർ ഞായറാഴ്ച ഒരു 2 മണിക്ക് ശേഷമാണ് നമ്മുടെ ഈ പഴംപൊരിയും ബീഫും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരാൻ നോക്കുക ഗൈസ്. നമ്മൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സണ്ണിച്ചേട്ടൻ്റെ കടയിലോട്ട് പോവുകയാണ്. അതെ, ഈ സണ്ണിച്ചേട്ടന് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൊടുക്കാൻ പറ്റും അല്ലേ? സണ്ണിച്ചേട്ടൻ കഴിച്ചോട്ടെ, പുള്ളി കഴിക്കോ നോക്കാം അല്ലേ? സണ്ണിച്ചേട്ടാ അതിൻ്റെ ഒരു ഇതായിട്ട് സണ്ണിച്ചേട്ടനത് കഴിച്ചു നോക്കണം, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ മൈലിച്ചു ഞാൻ പല്ലെടുത്തിരിക്കാതെ ഒരു ചെറിയൊരു ബീഫും ചെറിയൊരു കുഴപ്പമില്ല സണ്ണിച്ചേട്ടൻ കഴിക്കുക. ആ എങ്ങനെയുണ്ട് സണ്ണിച്ചേട്ടൻ? സണ്ണിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായമൊന്നുമല്ല, അടിപൊളി. ഇതാണ് നമ്മുടെ സണ്ണിച്ചേട്ടൻ ഉണ്ടാക്കിയോണ്ട് നമ്മള് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. അല്ല, ആ ഒരു സണ്ണിച്ചേട്ടൻ കഴിച്ചതിൻ്റെ ആ ഒരു ഫീൽ. ഉണ്ടമ്പരിയും ബീഫ് ഇതാണ് നമ്മുടെ സണ്ണിച്ചേട്ടൻ. നല്ലതാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ടാണല്ലോ ഉണ്ടമ്പരിയും ബീഫ് നല്ലതാണ്. ഇതാണ് നമ്മുടെ സണ്ണിച്ചേട്ടൻ. പഴംപൊരിയൊക്കെ ആണോ പല്ല് വെക്കാൻ പോവാ ആ. ഓർമ്മയോടെ ഉണ്ട്. അതാണ് വർത്തമാനം പറഞ്ഞിട്ട് പഴംപൊരിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നല്ല ചൂടോടെ എല്ലാം സാധനങ്ങളാ. ബീഫും പഴംപൊരിയും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്ന് ചിക്കൻ പത്തിരി ഉണ്ട്. ചിക്കൻ പത്രിയൊക്കെ ഉണ്ടോ? ആഹാ, വെറൈറ്റി ആയിട്ട് ഉണ്ടമ്പഴിയും ബീഫും. നമ്മുടെ കമ്പനിക്കാരൻ അഭിനന്ദാണ് കൊടുക്കുന്നത്. വെറൈറ്റി ആയിട്ടോ. വെറൈറ്റി അടിപൊളി, അത് ഡിഫറെന്റ് ടേസ്റ്റാ. ഡിഫറെന്റ്. അത് ഒരു മധുരം കൂടിയിട്ടുള്ള ബീഫ് കറി സൂപ്പർ. ഞാനും കഴിച്ചു. ഓരോന്ന് മിക്സ് കൊടുത്തായി. നമ്മുടെ കറിയുടെ അഭിപ്രായം വേണം. കറി കൊള്ളാം. കറികൾക്ക് കഴിക്കുന്ന പോലത്തെ കറിയാണ്. അല്ല ഒരു ഇതായിട്ടുള്ള അതെ ഭയങ്കര ക്രിസ്പി. എന്തെങ്കിലും അധികം എരിവായാലേ എരിവും ഉപ്പും അങ്ങനെയുള്ള ഒരു ഇതും കുറവില്ല. എല്ലാം അതെ, ഒരു എരിവോ ഓവറായിട്ടുള്ള എരിവോ അതൊരു ഉപ്പോ നമുക്കിത് പറയാനായിട്ടില്ല. കാര്യം എൻ്റെ ഐറ്റം അങ്ങനെ എൻ്റെ ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ട് പാർസലും കൊണ്ട് ആ അടിപൊളി കറി. അതെ സൂപ്പർ സാധനമായിട്ട് വന്നു. അതെ എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും വന്ന് കഴിക്കുക, അടിപൊളിയാണ്. വേറെ എന്നാകെ ഉള്ള ഇവിടെ? വേറെ ചിക്കൻ പത്തിരി, മുളക് വട, ഉണ്ടമ്പൊരി, പഴംപൊരി. ആ പിന്നെ നമ്മുടെ ഈ കാണുന്ന സാധാരണ സ്നാക്സും കാര്യങ്ങളും ഇതെല്ലാം ഇന്ന് പഴംപൊരിക്കുള്ള പഴങ്ങളാണ് ഉണ്ടാവും. ആഹാ, ഞായറാഴ്ചയാണ് നമ്മുടെ സ്പെഷ്യല്. എല്ലാ ദിവസവും കടയുണ്ട്. എത്ര മണിക്കാണ് തുറക്കണത്? വെളുപ്പിന് 5 മണിക്ക് തുറക്കും. 5 മണിക്ക് തുറന്നാൽ 11 മണിക്ക് പകൽ 11 മണിക്ക് അടയ്ക്കും. പിന്നെ 2 മണിയാകുമ്പോൾ അത് 7 മണി വരെ. 7 ആകുമ്പോഴത്തേന് നമ്മുടെ സാധനങ്ങൾ സർവ് ചെയ്യും. ആ, അപ്പൊ എല്ലാരും വരിക. എങ്ങനെ സുബി? എല്ലാവരും വരിക. കൊള്ളാലടാ. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്തതാണ് ഗൈസ് ഉണ്ടംപൊരിയും ബീഫ്. നമ്മൾ സ്കൂബി എടുത്തതാണ്. നമ്മുടെ ഉണ്ടംപൊരി ബീഫിൽ കൂട്ടി ഒന്ന് അടിച്ചതാണ്. അത് നൈസ് സാധനമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾ വന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, തീർന്നല്ലോട്ടാ. അങ്ങനെ നമ്മുടെ പഴംപൊരിയും ബീഫും തീർന്നിരിക്കുകയാണ്. യെസ്, എങ്ങനെയാണോ സ്കൂബി? അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പഴംപൊരിയും ബീഫിനേക്കാളും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ഉണ്ടംപൊരിയും ബീഫും. അത് സ്കൂബിടെ കണ്ടുപിടുത്താട്ടോ. അത് നൈസ് സാധനമായിരുന്നു കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഒരു ഉണ്ടമ്പൊരിയും കൂടി എടുത്ത് നൈസായിട്ടൊന്ന് കഴിച്ചോ കേട്ടോ. നൈസ് ഫുഡാണ്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ സെറ്റാ. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതുവരെ ബൈ. ബീഫ് അപ്പോൾ എവിടെ നിന്ന് മേടിക്കണം നമ്മൾ? ബീഫ് കാഞ്ഞിരമറ്റം. അപ്പോൾ ഹലാൽ ആ ഹല ഹലാൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് കഴിക്കാം. എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുക.